എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സദ്യയിലെ എരിശ്ശേരി പല പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടും ചെയ്യാറുണ്ടല്ലേ. ഞാനിവിടെ മത്തനും അതുപോലെ മമ്പയറും ചേർത്തിട്ടുള്ള മത്തനെരിശ്ശേരിയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഒരു അരക്കപ്പ് മമ്പയർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു തലേ ദിവസം തന്നെ. ഇത് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ കുറച്ച് ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് ഓവറായിട്ട് കുക്കാവണ്ട. ഇനി ഞാൻ മത്തൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കിലോ മത്തനാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരവിയതാണ്, ഒരു മീഡിയം സൈസ് തേങ്ങ. അതിൽ നിന്ന് പകുതി അരയ്ക്കാൻ എടുക്കുന്നുണ്ട്. അരയ്ക്കുന്ന കൂട്ടത്തിലേക്ക് തന്നെ 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. വെള്ളം ചേർക്കാതെ നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേക്ക് ഇതേ മമ്പയർ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കണേ. അതിനുശേഷം അതിലേക്ക് മത്തൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പ് അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു വിസിൽ വന്നാൽ മതി. ഇനി ഒരുപാട് വിസിൽ അടിക്കണ്ട, കാരണം ഉടഞ്ഞു പോകും. ഒറ്റ വിസിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിൻ്റെ ആവിയെല്ലാം കളയണം, ഇല്ലെങ്കിൽ ഒരുപാട് വെന്തുടയേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ ആവിയെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് തന്നെ നമുക്ക് ആ ഒരു കിട്ടിയിട്ടുണ്ട് കേട്ടോ, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. അതൊന്ന് കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മാറ്റുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതേപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. ഒരുപാട് പേസ്റ്റ് ആവാതെ പൊടിച്ചെടുക്കുക. ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് ആ ഒരു ജാറിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിക്കും കൂടെ വേണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് കുറവുണ്ടായിരിക്കും, അപ്പോൾ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കൽ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഒരുപാട് ഇങ്ങനെ ഒരുപാട് വേവിച്ച് ഉടയ്ക്കണ്ട. തുറന്ന് വെച്ച് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഒന്ന് ചൂടാവും വേണം. അതേസമയം മറ്റൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ 1 ടീസ്പൂൺ കടുകും പിന്നെ വറ്റൽ മുളക്, ജീരകം 1 ടീസ്പൂൺ അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കിയതിന് ശേഷം നമുക്കിനകത്തേക്ക് തേങ്ങ ചിരവിയതോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ അതേപോലെ ഒരുപാട് കരിഞ്ഞു പോവാതെ ഇതേപോലെ മൂപ്പിച്ചെടുക്കണേ. ഇനി ഇത് നേരെ നമുക്ക് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ, തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പം. ഇനി ഈ ഒരു കൂട്ടും കൂടെ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ മമ്പയർ കറക്റ്റ് വേവിൽ തന്നെ എടുക്കണം കേട്ടോ, ഒരുപാട് ഓവർ കുക്ക്ഡ് ആവാതെ. ഇനി അഥവാ വേവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ അതിൽ നിന്ന് മാറ്റുക, കുറച്ച് ഊറ്റിയിട്ട് മാറ്റി വെക്കുക, പയർ മാത്രം. എന്നിട്ട് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് ഈ ഒരു മത്തനെല്ലാം ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ആ മാറ്റി വെച്ച പയർ ലാസ്റ്റ് ഈ ഒരു തേങ്ങ മിക്സ് ചെയ്യുന്നില്ലേ, വറുത്ത തേങ്ങ, ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പാകത്തിന് എരിശ്ശേരി കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കണേ ഈ ഒരു റെസിപ്പി. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.